കുറച്ച് പൊട്ടറ്റോ ഒക്കെ തിന്ന് അവിടെ പണിയാ പണിയുണ്ട് എനിക്ക് എടുത്തെടുത്ത് മതിയായില്ലേ എനിക്ക് തോന്നി ഞാൻ മുന്നിൽ കൊറേ പണിയുണ്ടാവുമെന്ന് നേരത്തെ ഇവിടെ കുറേ മരം ഉണ്ടായി ഇവിടെ നിറയെ മരങ്ങളായിരുന്നു അപ്പം മരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വെയിലാണ് ഭയങ്കര വെയിൽ പൊരിഞ്ഞ വെയിൽ എനിക്കിവിടെ കാര്യമായിട്ട് പണിയൊന്നുമില്ല ഞാനിവിടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ച് ഐ ആം സോ എക്സൈറ്റഡ് നമ്മൾ പോവാണ് കേട്ടോ ജിത്തു ചേട്ടാ കാറും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയനെ വിളിക്കാൻ പപ്പക്ക് തിരക്കല്ല കുറേ ലീവായി അപ്പം പിന്നെ ഇപ്രാവശ്യം ലീവ് എടുക്കണില്ല അതുകൊണ്ട് ഞങ്ങൾ ജിത്തു ചേട്ടായിട്ടാണ് പോണത് അമ്മ വരും നോക്കറിയാൻ നമുക്ക് ക്യാമറ വരും ഞാൻ ആൾ മര്യാദ കിട്ടില്ല എല്ലാ കാര്യത്തിനും ഫുൾ സപ്പോർട്ടായിട്ടുള്ള ഒരു ബ്രദർ അതാണിത് കാറിന് പെട്രോൾ അടിക്കണമായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വേഗം തന്നെ അങ്ങോട്ട് പോയി പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെയാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു അവൻ്റെ ഫോണാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടണില്ല സ്വിച്ച് ഓഫും ആയിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വന്നത് കോള് വന്നപ്പോൾ അവൻ അവിടെ എത്തി അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എന്താ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തിപ്പ ഞാൻ ആണോ പിന്നെ ഞാനാ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ലേ ഇവിടെ ചൂടൊന്നുമില്ല അവിടെയാണ് ചൂട് ഇവിടെ ചൂടൊന്നുമില്ല കേറി 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 അവിടെ ഇത്രയും ചൂടൊന്നുമില്ല അപ്പൊ നീ അല്ലേ പറഞ്ഞ ഭയങ്കര ചൂടാന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോ ഇവിടെയാണ് ചൂട് ഇവിടെ അത് പാരീസിലൊക്കെ ചൂട് കൊണ്ടിട്ട് കുറെ പേര് മരിച്ചത് റോഡിലൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് തിളച്ച് ഇതാവാനൊക്കെ കാണിച്ച് ഞങ്ങളുടെ അങ്ങോട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ ആ സമയത്തൊക്കെ ക്ലാസ് ഒക്കെ നേരത്തെ വിടുന്നു 12 മണി വരെ ക്ലാസ്സുകളിൽ ചൂടുള്ളതുകൊണ്ട് വണ്ടി കയറി ഉടനെ തന്നെ ഇവിടെ അന്താരാഷ്ട്ര ചർച്ചകളൊക്കെ നടക്കുകയാണ് കേട്ടോ എനിക്കിതിലൊന്നും പങ്കില്ല എന്തായി എന്തെങ്കിലും പറ എന്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞറി സുഹൃത്തുക്കളെ എല്ലാരോടും രക്ഷപ്പെട്ടോ തലവേദന ഇപ്പൊ തുടങ്ങും തലവേദന വിഷമം അല്ലേ ഇവിടെ കുറെ മാറ്റങ്ങളൊന്നുമല്ല അത് തന്നെ ഇത്ര ഞാൻ നോക്കണേ എവിടെയാണ് പെട്ടെന്നായി പോയി പെട്ടെന്ന് തീരുമാനം എടുത്ത് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ അവനെല്ലാം കഴിപ്പിക്കാനാണ് കേട്ടോ അമ്മക്ക് ധൃതി ഇങ്ങനെയല്ല ചെറിയ പറയണ്ട ഇങ്ങനെ എന്റെ അമ്മയുടെ കട്ട്ലേറ്റ് എന്ത് രസം അങ്ങനെയൊക്കെ പറയേണ്ടത് വാവ് സൂപ്പർ അങ്ങനെ പറ ഞങ്ങൾ ചുമ്മാ തള്ളിമറിച്ചതല്ല കേട്ടോ അമ്മയുടെ കട്ട്ലേറ്റ് അടിപൊളിയായിരുന്നു അമ്മയുടെ കട്ട്ലേറ്റ് മാത്രമല്ല അമ്മയുടെ കരിമീൻ പൊള്ളിച്ചത് അതൊക്കെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റംസാണ് അമ്മക്ക് ജെറി വന്നിട്ട് അവനെ തീറ്റിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ അമ്മ ദാ അവനായിട്ടുള്ള ഫുഡ് എടുക്കൽ അതെടുക്കൽ ഇതെടുക്കൽ അതിനുള്ള തിരക്കിലാണ് കേട്ടോ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ പറഞ്ഞെറി അമ്മയുടെ ഫുഡിനെ പറ്റി പറഞ്ഞെറി അതാണ് ബ്ലോഗ് ഫുഡിന്റെ അഭിപ്രായം അയ്യപ്പ ഇപ്പൊ തീറ്റ മാത്രമുള്ളു
കഴിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ്ട കൊള്ള അടിപൊളി സാധനം. എന്ത് ഫുഡിന്റെ അഭിപ്രായം പറയാൻ അറിയാമോ? പിന്നെ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ വീട്ടിൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവരോടും ഹാപ്പി ആയിട്ട് കുറച്ച് നേരം